Question വായിക്കാം. A beam 10 meter long and simply supported at each end has a uniformly distributed load of 1000 Newton per meter extending from left end up to the center of the beam. There is also an anti-clockwise couple of 15 kN meter at a distance of 2.5 meter from the right end. Draw the shear force and bend moment diagram. ഇപ്പോൾ ഈ ക്വസ്റ്റിൽ നമുക്ക് ഫിഗർ തന്നിട്ടില്ല, പക്ഷേ ടെക്സ്റ്റിൽ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫിഗറിൽ ഈ രണ്ട് എൻഡ്സിലും ഒരു ഹിഞ്ച് സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഹിഞ്ച് സപ്പോർട്ടായിട്ട് തന്നെ എടുത്തിട്ട് ചെയ്യാം. ഈ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്? 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമ്മൾ ഫിഗർ വരയ്ക്കുകയാണ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ആണ്, രണ്ട് എൻഡ്സിലും സപ്പോർട്ട്സ് ഉണ്ട്. ഹാസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 1000 ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, ഇതിനകത്തൊരു യു ഡി എൽ ഉണ്ട്, എത്രയാണ്? 1000 ന്യൂട്ടൺ പെർ മീറ്റർ ആണെന്നാണ് പറയുന്നത്. എക്സ്റ്റെൻഡിങ് ഫ്രം ലെഫ്റ്റ് അപ് ടു ദ സെൻറ്റർ ഓഫ് ദ ബീം, അതായത് ഈ ബീമിൻ്റെ സെൻറ്റർ വരെയാണ് അതുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ബീമിൻ്റെ സെൻറ്റർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ലെഫ്റ്റിൽ നിന്നും ഇവിടെ വരെ ആരുണ്ടെന്നാണ് പറഞ്ഞത്? ഒരു യു ഡി എൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എത്രയാണ്? 1000 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെ മാർക്ക് ചെയ്തിടാം. ഇത് എത്രയാണ്? അപ്പോൾ 5 ആണ്, ഇത് ഇങ്ങോട്ട് 5 മീറ്റർ ആണ്. ദർ ഈസ് ഓൾസോ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് couple 15 kN meter at a distance of 2.5 meter from the right end. ഇതാണ് നമ്മുടെ റൈറ്റ് എൻഡ്. ഈ റൈറ്റ് എൻഡിൽ നിന്നും ഒരു 2.5 മീറ്റർ, അപ്പോൾ ഈ ഒരു പോയിന്റ് കൊടുക്കാം. മാറിയിട്ട് ആരുണ്ട്? ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിളുണ്ട്. ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. എത്രയാണ്? 15 kN മീറ്റർ. എത്രയാണ് ഡിസ്റ്റൻസ്? എത്രയാണ്? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 ആണ്, 2.5 മീറ്റർ ആണ്. ഈ ഒരു 5 എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസാണ് കേട്ടോ, ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസാണ് ആ ഒരു 5 എന്ന് പറയുന്നത്. ടോട്ടൽ 10 ആണ്. നമുക്ക് അതിന് പോയിൻറ്റ്സിനെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കിയാൽ ഞാനിവിടെ ഈ ഒരു പോയിൻറ്റിനെ എ എന്നും ഈ ഒരു പോയിൻറ്റിനെ ബി എന്നും ഇതിനെ സി എന്നും ഇതിനെ ഡി എന്നും നെയിം ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? സപ്പോർട്ട് റിയാക്ഷൻ്റെ കാൽക്കുലേഷനാണ്. അതിന് നമുക്ക് രണ്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് വെർട്ടിക്കൽ ഫോഴ്സിന് സം 0 എന്ന് പറയുന്ന ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ട്, സം ഓഫ് അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഡൗൺവേർഡ് ഫോഴ്സ് എന്ന്. അപ്പോൾ ഇത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻസിനെ മാർക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സപ്പോർട്ട്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിവിടെ രണ്ട് സപ്പോർട്ട്സ് ഞാൻ വരച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? ഹിഞ്ച് സപ്പോർട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഹിഞ്ച് സപ്പോർട്ടിലെന്ന് വെച്ചാൽ എന്താണ്? ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, കാര്യം വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഹിഞ്ച് സപ്പോർട്ടിൽ എങ്ങനെയായിരിക്കും സപ്പോർട്ട് റിയാക്ഷൻസ് വരുന്നത്? ഒരു വെർട്ടിക്കലും കാണും, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും കാണും. ഇനി നിങ്ങൾക്ക് ഈ ഹിഞ്ചിന് പകരം റോളറാണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ എന്താണ്? ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്മൾ റിയാക്ഷൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ വരത്തുള്ളൂ. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിൽ എന്താണ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ എടുക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പം ഹിഞ്ച് സപ്പോർട്ട് വന്നാലും റോളർ സപ്പോർട്ട് വന്നാലും എന്ത് സപ്പോർട്ട് വന്നാലും അവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു വ്യത്യാസമില്ല. ജസ്റ്റ് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അവർ തരും, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കി, ഇവിടെ ഹിഞ്ച് സപ്പോർട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കൽ റിയാക്ഷനും ഉണ്ടെന്ന്. പക്ഷേ നമ്മുടെ ഈ ബീമിലെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എടുക്കേണ്ട കാര്യമില്ല. ആ കൂടി നമുക്ക് ഈ വെർട്ടിക്കൽ റിയാക്ഷനെ മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് റിയാക്ഷൻസിനെ ഇങ്ങോട്ട് മാറിക്കാം. ഞാൻ ഇവിടെ ഒരു റിയാക്ഷനെ അപ്പോഴായിട്ടും ഇവിടെ റിയാക്ഷനെ അപ്പോഴായിട്ടും വരച്ചിട്ട് ഇതിനെ ഞാൻ ആർ എന്ന് നെയിം ചെയ്യുന്നു, ആർ ബി എന്ന് നെയിം ചെയ്യുന്നു. നമുക്കിതിനെ ഇങ്ങോട്ട് എഴുതാം. അപ്വേർഡ് ഫോഴ്സിൻ്റെ സം, അതായത് ആർ എയും ആർ ബിയും അപ്വേർഡ് ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആർ എ പ്ലസ് ആർ ബി എഴുതുക ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സിൻ്റെ സം, അതായത് ഇവിടെ ഏതാണ് ഡൗൺവേർഡ് ഫോഴ്സസ് നോക്കി, ഇവിടെ ഒരു യു ഡി എൽ ഉണ്ടല്ലേ, അതൊരു ഡൗൺവേർഡ് ഫോഴ്സാണ്. അപ്പോൾ നമുക്ക് യു ഡി എല്ലിനെ പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ലോഡ് ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതായത് 1000 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 5 ആണ് അല്ലേ. അത്ര എഴുതി. ഇനി ഇവിടെ നോക്കിക്കേ, ഇതിന് നമ്മൾ എടുക്കണോ? വേണ്ട. നമ്മളിവിടെ എടുക്കുന്നത് വെർട്ടിക്കൽ ഫോഴ്സിന് സമ്മനെയാണ്. ഇതെന്ന് പറയുന്നത് മൊമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ എടുക്കേണ്ട. ആ കൂടി ഇത് മാത്രമേ ഉള്ളൂ വെർട്ടിക്കൽ ഫോഴ്സസ്. അതായത് ആർ എ പ്ലസ് ആർ ബി എന്ന് പറയുന്നത് 5000 ആണെന്ന് കിട്ടി. ഇതിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സിഗ്മ എം ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. സിഗ്മ എം ഈസ് ഈക്വൽ ടു 0. മൊമെൻറ്റിൻ്റെ സം 0 ആണ്. എയിലോ ബിയിലോ മൊമെൻ്റ് എടുക്കുക. ഞാനിവിടെ എയിൽ മൊമെൻ്റ് എടുക്കുകയാണ്. സിഗ്മ എം എ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നോക്കി, എയിൽ മൊമെൻ്റ് എടുക്കുമ്പോൾ ആർ എ കാരണം ഇവിടെ മൊമെൻ്റ് ഉണ്ടാകത്തില്ല. കാര്യം ആറിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്യുന്നത് ഇതേ പോയിന്റിൽ കൂടെ തന്നെയാണ്. ഇനി അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ യു ഡി എൽ ആണ്. അപ്പോൾ യു ഡി എല്ലിനെ നമുക്ക് കാരണം ഉണ്ടാകുന്ന മൊമെൻ്റ് ഇവിടെ എടുക്കുക. അപ്പം മൊമെൻറ്റിൻ്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവും ആയിരിക്കും. അതേപോലെ തന്നെ
മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ യു ഡിയിലാണ്. അപ്പോൾ യു ഡിയിൽ നമ്മൾ ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുക, ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ലോഡിങ് ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടും. അതായത് 1000 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്രയാണ്? ഇത്രയും ഡിസ്റ്റൻസാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 1000 ഇൻറ്റു 5 ഇത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സ് കിട്ടി. ഇത് നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. അതെങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഇത് നമ്മുടെ 1000 കിലോ ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ ആ 1000 കിലോ ന്യൂട്ടൺ ഈ എ സി എന്ന് പറയുന്ന ഈ ഒരു സ്പാനിൽ എവിടെയായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ മിഡ് സ്പാനിലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ? അതായത് 1000 ഇൻറ്റു 5 5000 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഈ എ സിയുടെ പകുതിക്കായിരിക്കും. അതായത് ഇത് 2.5, ഇത് ടോട്ടൽ 5 ആണ്, ഇത് 2.5, ഇത് 2.5 വരും. നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത് ഈ ഒരു പോയിൻ്റ് അബൌട്ടായിട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇത് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് മുതൽ ഇവിടെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഇത്രയും ഡിസ്റ്റൻസ്, അത്രയാണ് 5/2 ആണ്. അപ്പോൾ ഇൻറ്റു 5/2. അപ്പോൾ നമുക്ക് മൊമെൻ്റ് ആയിട്ടുണ്ട്. ഇത് പിന്നെ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് അല്ലേ? ഈ ഒരു ഡയറക്ഷൻ ഇത് ഡൗൺവേർഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരിക്കും. ഇനി അടുത്ത ഫോഴ്സ് എടുക്കുക. അപ്പോൾ അടുത്ത നോക്കി ഇവിടെ വന്നപ്പോൾ ഡിയിലൊരു മൊമെൻ്റ് ആണുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ആ മൊമെൻറ്റിനെ അതുപോലെ എടുക്കാം അല്ലേ? ഈ മൊമെൻറ്റ് എന്ത് മൊമെൻ്റാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ സൈൻ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ -15. അടുത്തത് ഇനിയും ശ്രദ്ധിക്കുക, ഒരിക്കലും മൊമെൻറ്റിനെ ഡിസ്റ്റൻസ് കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്ത് വെക്കില്ല, തെറ്റാണ്. തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. നമ്മൾ അതിനെ അതുപോലെ എഴുതി, ജസ്റ്റ് ആ വാല്യൂ മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്തത് ആർ ബി കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്തായിരിക്കും? നമ്മളുടെ അപ്വേർഡായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് ഈ ഒരു ഡയറക്ഷനാണ്. ഇത് എന്ത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നമുക്ക് മൈനസ് എന്ന് എഴുതാം. ഓക്കെ, മൈനസ് ആർ ബി ഇൻറ്റു ഡിസ്റ്റൻസ്, അതായത് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 10 ആണ്, = 0. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു. അതായത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? മൊമെൻറ്റ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 15 കിലോ ന്യൂട്ടൺ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നുകിൽ ഈ 1000 ന്യൂട്ടൺ പെർ മീറ്ററിനെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആക്കി എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ 15 കിലോ ന്യൂട്ടൺ മീറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റുക? ന്യൂട്ടൺ മീറ്റർ ആക്കി മാറ്റുക. രണ്ടും ഒരേ യൂണിറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ ഇത് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നോക്കി, ഇവിടെ 15,000 എന്നാക്കുകയാണ് കേട്ടോ. അതായത് 15 കിലോ ന്യൂട്ടൺ മീറ്ററിനെ നമ്മൾ ന്യൂട്ടൺ മീറ്റർ ആക്കാനായിട്ട് ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, കിലോ ന്യൂട്ടനെ ന്യൂട്ടൺ ആക്കാനായിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 15,000 ന്യൂട്ടൺ മീറ്ററാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 15,000 എന്ന് ഇടുകയാണ്. ഓക്കെ, അങ്ങനെ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആർ ബിയുടെ വാല്യൂ കിട്ടുന്നത് ആർ ബി = -250 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ആർ ബിയുടെ വാല്യൂ മൈനസിലാണ് കിട്ടിയിരിക്കുന്നത്, അവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്തത് നമുക്ക് ആറിനെ കണ്ടുപിടിക്കാം. ആറിനെ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇക്വേഷൻ നമ്പർ 1 നിന്നും ആറിനെ നമുക്ക് എഴുതാം അല്ലേ? ഇക്വേഷൻ നമ്പർ 1 നിന്നും ആറെ എങ്ങനെ എഴുതാൻ പറ്റും? ആറെ ഈ 5000 മൈനസ് അല്ലേ? ഈ 5000 നിന്നും ആർ ബിയെ മൈനസ് ചെയ്യുക. ഓക്കെ, 5000 മൈനസ് ആർ ബി, അതായത് 5000 മൈനസ് ആർ ബി എത്രയാണ്? -250 ആണ്. അപ്പോൾ -250. ഓക്കെ, അപ്പോൾ ഈ മൈനസ് കൊണ്ട് പ്ലസ് ആകും. അതായത് 5250 ആണ് നമ്മുടെ ആറയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ഈ ആറിനെ ആർ ബി ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ നോക്കി, ആറ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 5250 ന്യൂട്ടൺ അല്ലേ? 5250 ന്യൂട്ടനാണ്. ആർ ബി എത്രയാണ് ഇട്ടിരിക്കുന്നത്? -250 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതൊരു അപ്വേർഡ് ഫോഴ്സ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷനിൽ നമ്മുടെ സൈൻ കൺവെൻഷൻ അങ്ങനെയാണ് അല്ലേ? അപ്വേർഡ് ഫോഴ്സിനെ പോസിറ്റീവായിട്ടും ഡൗൺവേർഡ് ഫോഴ്സിനെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ അപ്വേർഡായിട്ട് ചെയ്തുകൊണ്ടാണ് നമുക്കിവിടെ മൈനസ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ മൈനസിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനെ ജസ്റ്റ് ഡൗൺവേർഡായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിതിനെ 250 എന്ന് കിട്ടും. ഡൗൺവേർഡായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് അപ്പോൾ +250 തന്നെയാണ്, ഡൗൺവേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ +250 എന്ന് എഴുതിയാൽ മതി, മൈനസ് ഇടേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് എത്രയാണ്? ഇത് എത്രയാണ്? 250 ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അതായത് ഇത് 250യും ഡൗൺവേർഡാണ്, ഇതെന്താണ്? അപ്വേർഡാണ്. അപ്പോൾ 5250 കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഷിയർ ഫോഴ്സിൻ്റെ കാൽക്കുലേഷനാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി എന്താ ചെയ്യുക? ഓരോ പോയിൻറ്റ്സ് എടുക്കാം. ഫസ്റ്റ് നമ്മുടെ എ എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ആരുണ്ട്? കോൺസെൻട്രേറ്ററിലോട്ടുണ്ട്. കോൺസെൻട്രേറ്ററിലോട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ലെഫ്റ്റിലും റൈറ്റിലും ഓരോ സെക്ഷൻ എടുക്കുക. ഫസ്റ്റ് ഞാൻ ഷിയർ ഫോഴ്സ് അറ്റ് എ ലെഫ്റ്റ് എടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ജസ്റ്റ് ലെഫ്റ്റിലായിട്ട് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് അങ്ങോട്ട് നോക്കുന്നു, ലെഫ്റ്റിലേക്ക് നോക്കുന്നു, അവിടെ ഫോഴ്സ് ഒന്നുമില്ല. അപ്പം നമുക്കിതിനെ എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. അടുത്തത്
ഷിയർ ഫോഴ്സ് അറ്റ് എ റൈറ്റ് അല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ റൈറ്റിൽ സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് നോക്കുന്നു. അപ്പോൾ അവിടെ ആരുണ്ട്, ഒരു റിയാക്ഷൻ ഉണ്ട് അല്ലേ. നമുക്ക് സൈൻ കൺവെൻഷൻ എങ്ങനെ അറിയാം, സെക്ഷൻ്റെ ലെഫ്റ്റിൽ ഫോഴ്സ് അപ്വേർഡും സെക്ഷൻ്റെ റൈറ്റിൽ ഫോഴ്സ് ഡൗൺവേർഡും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടും, സെക്ഷൻ്റെ ലെഫ്റ്റിൽ ഫോഴ്സ് ഡൗൺവേർഡും റൈറ്റിൽ ഫോഴ്സ് അപ്വേർഡും ആണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടും എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ സെക്ഷൻ അതെ ഇതൊരു സൈൻ കൺവെൻഷനാണ്, ഇത് ഓർത്ത് വെച്ചിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഓർത്ത് വെക്കാനായിട്ടാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ലെഫ്റ്റിൽ നിന്നാണ് സെക്ഷൻസ് എല്ലാം കൺസിഡർ ചെയ്ത് പോകുന്നത് അല്ലേ, ലെഫ്റ്റ് എൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്കാണ് നോക്കുന്നത്, നമ്മുടെ സെക്ഷൻ്റെ ലെഫ്റ്റിലാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ അപ്വേർഡ് ഫോഴ്സും നമുക്ക് പോസിറ്റീവായിട്ടും എല്ലാ ഡൗൺവേർഡ് ഫോഴ്സും നമുക്ക് നെഗറ്റീവായിട്ടും എടുക്കാം. അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കി സെക്ഷൻ്റെ ലെഫ്റ്റിലെ അപ്വേർഡ് ഫോഴ്സാണ്, ഇപ്പോൾ ഇതെന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ഷിയർ ഫോഴ്സ് അറ്റ് റൈറ്റ് എ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, 5250 ആണ് അല്ലേ, 50 ന്യൂട്ടനാണ്, പ്ലസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് എ എന്ന് പറഞ്ഞ പോയിന്റ് കഴിഞ്ഞു, ഇനി സിയിലേക്ക് വരിക. അടുത്ത പോയിന്റ് സി ആണ്. സിയിൽ കോൺസെൻട്രേറ്റിലോടൊന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, അവിടെ റൈറ്റും ലെഫ്റ്റും ഒക്കെ എടുക്കണോ, വേണ്ട, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എടുത്താൽ മതി. ഷിയർ ഫോഴ്സ് അറ്റ് സി. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുക, സിയിൽ നിന്നും ജസ്റ്റ് റൈറ്റിലേക്ക് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കുക. ഓക്കെ, ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു റിയാക്ഷനും ഉണ്ട്, ഇവിടെ ഒരു യു ഡി എല്ലും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് ഷിയർ ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. അതെന്ത് ഫോഴ്സാണ്, സെക്ഷൻ അപ്വേർഡ് ഫോഴ്സാണ് അല്ലേ, നമ്മുടെ സെക്ഷൻ്റെ ലെഫ്റ്റിലെ അപ്വേർഡ് ഫോഴ്സാണ്. അപ്പോൾ നമുക്ക് പ്ലസ് ആയിട്ട് എഴുതാം, +5250. ഇനി അടുത്തത് ആരാണ്, യു ഡി എൽ ആണ്. അപ്പോൾ യു ഡി എല്ലിനെ എന്താക്കണം, പോയിൻ്റ് ലോഡ് ആക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് 1000 തന്നിരിക്കുന്ന ലോഡിങ് ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്, തന്നിരിക്കുന്ന ലോഡിങ് എത്രയാണ്, 1000 ആണ് അല്ലേ, ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ സി ആണ്. നമ്മൾ എ സിയുടെ ലെഫ്റ്റിലായിട്ടാണ് നോക്കിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1000 × 5 എന്ന് എഴുതാം. സൈൻ എന്താണ്, സെക്ഷൻ്റെ ലെഫ്റ്റിലെ ഡൗൺവേർഡ് ഫോഴ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ ഡൗൺവേർഡ് ഫോഴ്സും നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് കിട്ടുന്നത് നമുക്ക് 250 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത പോയിന്റ് ഡി ആണ്. അപ്പോൾ ഡിയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഫോഴ്സ് ഒന്നുമില്ല, കൂടെ തന്നിരിക്കുന്നത് എന്താണ്, മൊമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ എടുക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മളിവിടെ ഷിയർ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഷിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, സെക്ഷൻ്റെ ലെഫ്റ്റിലോ സെക്ഷൻ്റെ റൈറ്റിലോ ഉള്ള വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമയമാണ്, വെർട്ടിക്കൽ ഫോഴ്സ് തമ്മിലാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിയിൽ ഫോഴ്സ് ഒന്നുമില്ല അല്ലേ, മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ പോയിന്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അത് എടുത്താൽ നമുക്ക് ഇതേ ആൻസർ 250 തന്നെ ആയിരിക്കും കിട്ടുക. ഇനി അടുത്ത പോയിന്റ് ഏതാണ്, ബി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബിയിൽ നോക്കുമ്പോൾ അവിടെ ആരുണ്ട്, ഒരു കോൺസെൻട്രേറ്റ് ലോഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബിയുടെ ലെഫ്റ്റിലും ബിയുടെ റൈറ്റിലും സെക്ഷൻ എടുക്കുക. ഫസ്റ്റ് ലെഫ്റ്റിൽ സെക്ഷൻ എടുത്തിട്ട് എങ്ങോട്ട് നോക്കുക, ലെഫ്റ്റിലേക്ക് നോക്കുക. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു, നോക്കിയാൽ ലെഫ്റ്റിൽ നമ്മൾ സെക്ഷൻ എടുത്തിട്ട് ലെഫ്റ്റിലേക്ക് നോക്കുക. അപ്പോൾ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്, നമ്മൾ മുമ്പേ കൺസിഡർ ചെയ്ത അതേ ഫോഴ്സ് തന്നെയാണ് അല്ലേ, വേറെ ഒരു ഫോഴ്സ് എക്സ്ട്രാ ആയിട്ട് വരുന്നില്ല. അതായത് 5250 ഉണ്ട്, പിന്നെ ഡൗൺവേർഡ് ആയിട്ട് ആരും ഉണ്ട്, നമ്മുടെ ഇതുകൊണ്ട് അല്ലേ, അതായത് 1000 × 5, വേറെ ഒരു ഫോഴ്സ് നമുക്കില്ല, സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ അതേപോലെ തന്നെ ഇങ്ങോട്ട് എഴുതാം, 5250 - 1000 × 5 ഈസ് ഈക്വൽ ടു 250 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തത് ബിയുടെ റൈറ്റിലെടുക്കണം. അപ്പോൾ ലെഫ്റ്റിൽ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ, ബിയുടെ റൈറ്റിലെടുക്കുക. ഷിയർ ഫോഴ്സ് അറ്റ് ബി റൈറ്റ് എടുക്കുക. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 0 ആണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇതിൻ്റെ റൈറ്റിൽ സെക്ഷൻ എടുത്ത് ലെഫ്റ്റിലേക്ക് നോക്കുക. അപ്പോൾ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്, ഇതുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, 5250 - 1000 × 5. പിന്നെ ആരും കൂടാണ് എക്സ്ട്രാ വരുന്നത്, ഈ ഒരു 250 കൂടാണ്. അത് നമുക്ക് എഴുതാം. ഫസ്റ്റ് ഞാൻ ഇതിനെ എങ്ങോട്ട് എഴുതാം, അതായത് 52 ബാക്കി ഫോഴ്സ് അല്ലേ, അതായത് ഇതിൻ്റെ റൈറ്റിൽ സെക്ഷൻ എടുത്തിട്ട് ലെഫ്റ്റിലേക്ക് നോക്കിയാണ്, 5250 - 1000, പിന്നെ ആരുണ്ട്, ഈ ഒരു ഫോഴ്സ്, അതായത് ബിയുടെ റൈറ്റിൽ സെക്ഷൻ എടുത്ത് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതെന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ് അല്ലേ, സെക്ഷൻ്റെ ലെഫ്റ്റിലെ ഡൗൺവേർഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, മൈനസ് എഴുതാം, -250. അപ്പോൾ എത്ര ആയിരിക്കും, 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാ പോയിൻറ്റ്സിലെയും ഷിയർ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാനായിട്ട് എല്ലാ പോയിൻറ്റ്സിനെയും എക്സ്റ്റെൻഡ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ബേസ് ലൈനെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ബേസ് ലൈനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. എയിൽ നോക്കുക, ഫസ്റ്റ് എയിൽ നോക്കുക, 0യും 5250 ആണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ 0 എന്ന് മാർക്ക് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് 5250 എന്ന് മാർക്ക് ചെയ്യുന്നു. അടുത്തത് സിയിൽ നോക്കി 250 ആണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് 250 എന്ന് മാർക്ക് ചെയ്യുന്നു. പ്രൊപ്പോർഷനായിട്ട് വരയ്ക്കാം കേട്ടോ, ഇപ്പോൾ ഞാൻ ഇച്ചിരി താഴോട്ടായി പോയി. നമുക്ക് ഇതിനെ ഇങ്ങോട്ട് വരയ്ക്കാം, 5250. ഓക്കെ, 250 ഇവിടെ കൊടുത്തു. ഇനിയും അടുത്ത പോയിന്റ് ഡി ആണ്. ഡിയിൽ നമ്മളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, അപ്പോൾ അത് മാർക്ക് ചെയ്യേണ്ട. അടുത്തത് ബിയിൽ വരിക. ബിയിൽ 250 0 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം,
ഇവിടെ 250 കൊടുക്കാം, ഇവിടെ നമുക്ക് 0 എന്ന് കൊടുക്കാം. ഇനി നമുക്കിതിനെ ജോയിൻ ചെയ്യണം. നമുക്കിതിനെ ഒരു ലൈൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം. പിന്നെ നോക്കി ഇവിടെ നോക്കുക, ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ലോഡാണുള്ളത്? ഇവിടെ ഒരു UDL ആണ്. അപ്പോൾ UDL ആകുമ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഇൻക്ലൈൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്തിട്ട് ഇതിനെ അങ്ങ് കണക്ട് ചെയ്യുക. ഇനി അടുത്തത് സിക്കും ഡിക്കും ഇടയ്ക്ക് ലോഡൊന്നുമില്ല, മൊമെൻ്റാണ്, ലോഡൊന്നുമില്ല, വെർട്ടിക്കൽ ഫോഴ്സസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിതിനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിന് ഇത് നമുക്ക് പ്ലസ് ആണ്. ഓക്കെ, നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം നമ്മൾ വരച്ചു, അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തത് എന്താണ്? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വേണം. നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കാൽക്കുലേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ പോയിൻറ്റ്സായിട്ട് കൺസിഡർ ചെയ്യാം. നോക്കി, ഫസ്റ്റ് ഏത് പോയിൻ്റ് എടുക്കുക? എ എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുക. അപ്പം നോക്കി, അതുപോലെ എയിലും ബിയിലും എന്താണ് ബെൻഡിങ് മൊമെൻറ്റ്? 0 ആണ് അല്ലേ. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0 ആണ്. എൻഡിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. ഇനി നമുക്ക് എടുക്കേണ്ട പോയിൻറ്റ്സ് സിയും ഡിയും ആണ്. ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി എടുക്കുക. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ എബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക. അതായത് നമ്മൾ സി എന്ന് പറയുന്ന പോയിൻറ്റിന് ലെഫ്റ്റിലുള്ള ഫോഴ്സസിനെ എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് മൊമെൻ്റ് എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം സിയുടെ ലെഫ്റ്റിൽ ഏതൊക്കെ ഫോഴ്സാണുള്ളത്. ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ റിയാക്ഷൻ കാരണം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് നമുക്ക് എടുക്കുക. മൊമെൻറ്റിൻ്റെ സൈൻ കൺവെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബീമിലേക്ക് ഫോഴ്സ് അപ്വേർഡായിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈനെ പോസിറ്റീവായിട്ട് എടുക്കാം. അതായത് അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്ന് പറയുന്നത് സാഗിങ് ബെൻഡിങ് മൊമെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ബീമിലേക്ക് ഫോഴ്സ് ഡൗൺവേർഡായിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഹോഗിങ് ആണെങ്കിൽ സൈൻ നെഗറ്റീവാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കിത് യൂസ് ചെയ്തിട്ട് ഇവിടെ ചെയ്യാം. അപ്പോൾ സിയിൽ നോക്കുക, സിയിൽ നോക്കുമ്പോൾ ഈ 5 to 5 കാരണം ഇവിടെ ഉണ്ടാക്കുന്ന മൊമെൻ്റ് എഴുതുക. ഇത് എന്ത് മൊമെൻ്റ് ആയിരിക്കും? ബീമിലേക്ക് ഫോഴ്സ് അപ്വേർഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്? പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ സൈൻ പോസിറ്റീവായിട്ട് എടുക്കാം. മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഫോഴ്സ് ഏതാണ്? 5 to 50 കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ്, അതായത് 5 to 50 ഇൻറ്റു അടുത്ത ഡിസ്റ്റൻസ് അല്ലേ. ഇവിടെ നിന്ന് ഇവിടെയുള്ള ഡിസ്റ്റൻസ് എത്രയാണത്? 5 ആണെന്ന് നമുക്ക് അറിയാം, ക്വസ്റ്റിനെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് എഴുതി, ഇത് കാരണമുള്ള മൊമെൻ്റ് എഴുതി. ഇനി അടുത്ത ആരാണ്? ഈ ഒരു UDL. അപ്പോൾ ഇത് ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് ആകുമ്പോൾ സൈൻ എന്താണ്? നെഗറ്റീവാണ്. അത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഫോഴ്സിനെ ഇത് കാരണം ഇവിടെ ഉണ്ടാക്കുന്ന മൊമെൻ്റ് വേണം. അതിന് വേണ്ടി എന്താ ചെയ്യുക? ഇതിനെ ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇവിടെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് 1000 × 5 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ലോഡ് കിട്ടി അല്ലേ. ഇനി ആ പോയിൻ്റ് ലോഡ് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത്? ഈ AC-യുടെ മിഡ് പോയിൻ്റിലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് ഇത് ടോട്ടൽ 5 ആണെങ്കിൽ ഇത് 2.5, ഇത് 2.5. നമ്മൾ ഏത് പോയിൻ്റ് എബൌട്ടായിട്ടാണ് മൊമെൻ്റ് എടുക്കുന്നത്? സിക്ക് എബൌട്ടായിട്ടാണ്, ഇതിന് എബൌട്ടായിട്ടാണ് മൊമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഡിസ്റ്റൻസ് ഏതാണ്? ഇത് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് മുതൽ ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 5/2, അതായത് 2.5 ആയിരിക്കും. ഇനി വേറെ ഫോഴ്സ് ഒന്നുമില്ല, ഇവിടെ നിന്ന് ഈ 2 ഫോഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 13750 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് സിയിലെ കണ്ടുപിടിച്ചു. ഇനി അടുത്ത പോയിൻ്റ് ഏതാണ്? ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എയും ബിയും സിയും കഴിഞ്ഞു. ഇനി അടുത്ത ഏതാണ്? ഡി ആണ്. അപ്പോൾ ഡിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊമെൻറ്റ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സാധാരണ നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുമ്പോൾ എല്ലാം ഡയറക്റ്റ് എ ബി സി ഏതൊക്കെ പോയിൻ്റ് ഉണ്ടോ അവിടെ മാത്രം എടുത്തെടുത്ത് പോവുകയാണ്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതേപോലെ ഒരു മൊമെൻ്റ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഷിയർ ഫോഴ്സ് ചെയ്യുന്ന പോലെ തന്നെയാണ്, ഒന്നുമില്ല, ഡി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഡിയുടെ ലെഫ്റ്റിലും ഡിയുടെ റൈറ്റിലും ഓരോ സെക്ഷൻസ് കൺസിഡർ ചെയ്തിട്ട് അങ്ങ് എഴുതുക. അത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഡിയിൽ ഇവിടെ മൊമെൻ്റ് ഉണ്ട് അല്ലേ. എത്രയാണ്? 15,000 ന്യൂട്ടൺ മീറ്റർ ആണ് അല്ലേ. 15 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. നമ്മൾ ന്യൂട്ടണിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി ലെഫ്റ്റ് എന്ന് വെച്ചാൽ ലെഫ്റ്റിലേക്ക് സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് നോക്കിയാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സസ് ആണുള്ളത്? ഇതുമുണ്ട്, ഇതുമുണ്ട് അല്ലേ. ഫസ്റ്റ് നമുക്ക് ഇത് കാരണം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എടുക്കാം. അതായത് ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഫസ്റ്റ് ഈ ഫോഴ്സ് എഴുതുക, ഈ റിയാക്ഷൻ കാരണമുള്ള എഴുതുക. 5 to 50 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? ഡി വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. 5 + 2.5 എത്രയാണ്? 7.5. ഇനി ഇത് കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്താണ്? പോസിറ്റീവാണ്. ഇത് അപ്വേർഡ് ഫോഴ്സാണ്. അപ്പോൾ പോസിറ്റീവാണ് ഇതിൻ്റെ മൊമെൻറ്റിൻ്റെ സൈൻ. ഇനി അടുത്ത ആരാണ്? നമ്മുടെ ഈ 1000 ആണ്. ഓക്കെ, അപ്പോൾ അത് ഡൗൺവേർഡ് ആണ് അല്ലേ. ഡൗൺവേർഡ് ആകുമ്പോൾ സൈൻ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ മൈനസ്. ഇനി എന്ത് ചെയ്യുക? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റ്. അപ്പോൾ ഇതിനെ ഫോഴ്സാക്കി മാറ്റുക. 1000 × 5 നമുക്കതറിയാം. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്.
1000 ഇൻറ്റു 5. ഇനി അടുത്തത് ഡിസ്റ്റൻസ് ആണ് വേണ്ടുന്നത്. അതായത് ഇതെവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഈ എ സിയുടെ മിഡ് പോയിന്റിലാണ്. നമുക്ക് വേണ്ടുന്ന പോയിന്റ് ഏതാണ്? ഇതാണ് നമ്മുടെ പോയിന്റ് അല്ലേ, ഡി ആണ് നമ്മുടെ പോയിന്റ്. ഇങ്ങോട്ട് സി തൊട്ട് ഡി വരെ 2.5 ആണ്. നമുക്ക് വേണ്ടുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പോയിന്റിലൂടെ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ആ പോയിന്റ് മുതൽ ഡി വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അത് എത്രയാണ്? ഈ 2.5 പ്ലസ് ഈ 2.5. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ എത്രയാണ്? 5 ആണ് വരിക. ഇസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 14,375 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഡിയുടെ റൈറ്റിലെടുക്കാം അല്ലേ. അതായത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി റൈറ്റ് എടുക്കുക. ഡിയുടെ റൈറ്റിൽ സെക്ഷൻ കൺസിഡർ ചെയ്യുക. ഡിയുടെ ജസ്റ്റ് റൈറ്റിലായിട്ട് സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് എങ്ങോട്ട് നോക്കുക? ലെഫ്റ്റിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കി എന്തൊക്കെയാണ് മൊമെൻറ്റ്? ഇത് കാരണമുള്ള മൊമെൻറ്റും പിന്നെ നമ്മുടെ ഈ ഒരു മൊമെൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും കാരണമുള്ള മൊമെൻറ്റ് സെയിം ഇത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ അതുപോലെ തന്നെ എഴുതുക, അല്ലെങ്കിൽ ഇതിനെ എഴുതിയാലും മതി. ഓക്കെ, 14,375 മനസ്സിലായോ? അതായത് നമുക്ക് ഇതും കാരണമുള്ള ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണിത്. അതിന് നമ്മൾ ഇങ്ങോട്ട് തന്നെ എഴുതി. എന്നിട്ട് ഇനി അടുത്ത ഒരാളോട് എക്സ്ട്രാ വരുന്നുണ്ട്. ആരാണ്? ഡിയുടെ ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ഒരു മൊമെൻറ്റോട് വരുന്നുണ്ട്. ആരാണ് ആ മൊമെൻറ്റ്? 15,000 ന്യൂട്ടൺ മീറ്റർ ആണ്. അതെന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും വരിക. 15,000 അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -625 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ മൈനസ് വരുന്നത് എങ്ങനെയാണെന്ന് ഡൗട്ട് കാണും അല്ലേ. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്ഷൻ്റെ ലെഫ്റ്റിലാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, സെക്ഷൻ്റെ ലെഫ്റ്റിലുള്ള എല്ലാ ക്ലോക്ക് വൈസ് മൊമെൻറ്റും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. സെക്ഷൻ്റെ ലെഫ്റ്റിലുള്ള എല്ലാ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അതായത് സെക്ഷൻ്റെ ശരിക്കുള്ള മൊമെൻറ്റിൻ്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. സെക്ഷൻ്റെ ലെഫ്റ്റിലെ ക്ലോക്ക് വൈസ് ആണ് മൊമെൻറ്റ്. അതുപോലെ തന്നെ സെക്ഷൻ്റെ റൈറ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൈൻ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ സെക്ഷൻ്റെ ലെഫ്റ്റിൽ ഇതേപോലെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവാണ്. ഓക്കെ, ഇതാണ് ശരിക്കുള്ള സൈൻ കൺവെൻഷൻ. പക്ഷെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നൊക്കെ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഈസി മെത്തേഡ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി സെക്ഷൻ്റെ ലെഫ്റ്റിലെ ക്ലോക്ക് വൈസ് എന്താണ്? പോസിറ്റീവാണ്. സെക്ഷൻ്റെ ലെഫ്റ്റിലെ ആൻറ്റി ക്ലോക്ക് വൈസ് എന്താണ്? നെഗറ്റീവാണ്. സെക്ഷൻ്റെ ലെഫ്റ്റിലെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇതല്ലേ, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ അതെന്താണ്? നെഗറ്റീവാണ്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക, നിങ്ങൾ എപ്പോഴും ലെഫ്റ്റിൽ നിന്നാണ് സെക്ഷൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലെ എല്ലാ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എടുക്കാം, ക്ലോക്ക് വൈസിനെല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ അത്രയും ചെയ്തു. അപ്പോൾ നമ്മൾ എല്ലാ പോയിൻറ്റ്സിലെയും മൊമെൻറ്റിനെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് ബേസ് ലൈന് വരയ്ക്കുക. ഓരോ പോയിൻറ്റ്സിലെ മാർക്ക് ചെയ്യാം. എയിലും ബിയിലും എന്താണ്? 0 ആണ് അല്ലേ. അടുത്ത് സിയിൽ വരിക. സിയിൽ 13,750 എന്ന് കിട്ടി. അപ്പോൾ ഞാനിവിടെ 13,750 മാർക്ക് ചെയ്യുകയാണ്. അടുത്തത് ഡിയിൽ നോക്കുക. ഡിയിൽ 14,375 ആണ്. അപ്പോൾ അതിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. 14,375 മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിയുടെ ലെഫ്റ്റിലാണ് 14,375. ഡിയുടെ റൈറ്റിൽ എത്രയാണ്? -625 ആണ്. അപ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോവുക? ഇതിന് താഴോട്ട് വരിക. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്. -625. ഇത് 0 അപ്പോൾ നമുക്കിനി ജോയിൻ ചെയ്യാം. എയ്ക്കും സിക്കും ഇടയ്ക്ക് എന്ത് ലോഡാണ്? യു ഡി എല്ലാണ്. അപ്പോൾ യു ഡി എല്ലാകുമ്പോൾ അവിടെ എന്ത് കർവാണ് വരിക? ഒരു പരാബോളിക് ഷേപ്പായിരിക്കും വരിക. ഓക്കെ, ഈ പോയിൻ്റ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. പരാബോളിക് ഷേപ്പാണ് വരുന്നത്. അടുത്തത് സിക്കും ഡിക്കും ഇടയ്ക്ക് ലോഡൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാം. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുക. ഇനി അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ നിന്ന് താഴോട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്തിട്ട് ഇതിനെ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുക. ഈ ഡിക്കും ബിക്കും ഇടയ്ക്ക് ലോഡൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻ ലൈൻ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇവിടെ എഴുതുക, ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. നിങ്ങളിതിനെ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇതെന്താണ്? പരാബോളിക് ഷേപ്പാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈനാണ്. അതുപോലെ ഇതും എന്താണ്? സ്ട്രെയിറ്റ് ലൈനാണ്. അതുകൂടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം. അപ്പോൾ മൊമെൻറ്റ് വരുമ്പം നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കാൻറ്റിലിവർ ബീമിലായിരിക്കും മൊമെൻറ്റ് വരുന്നത്. എവിടെ നിങ്ങൾക്ക് മൊമെൻറ്റ് വന്നാലും ഒരു കുഴപ്പമില്ല. എന്താണ് ചെയ്യേണ്ടത്? മൊമെൻറ്റ് വരുന്ന പോയിന്റിൽ ലെഫ്റ്റിലും റൈറ്റിലും സെക്ഷൻസ് കൺസിഡർ ചെയ്തിട്ട് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് മാത്രമുള്ള ഡിഫറൻസ്, വേറെ ഒരു ഡിഫറൻസും ഇല്ല. ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ മൊമെൻറ്റിന് യാതൊരു എഫക്റ്റും ഇല്ല.
പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഇതുപോലെ ഹിഞ്ച് സപ്പോർട്ടോ റോളർ സപ്പോർട്ടോ അങ്ങനെയൊക്കെ തന്നാലും ഒരു കുഴപ്പമില്ല. നമ്മുടെ ബീമിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മൾ സാധാരണ നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഈ പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾക്ക് കണ്ടായിരുന്നല്ലേ, അതായത് ഒരു റിയാക്ഷൻ്റെ വാല്യൂ നെഗറ്റീവായിട്ടാണ് വന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇങ്ങനെ തന്നെയാണ് അല്ലേ, ഒരു റിയാക്ഷൻ്റെ വാല്യൂ നെഗറ്റീവായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്ത് ചെയ്യുക, നിങ്ങൾ അപ്വേർഡായിട്ടാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ എടുത്തിട്ട് ഡൗൺവേർഡായിട്ട് ഇടുക. അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ സൈൻ ഒന്നും മാറ്റില്ല കേട്ടോ. അതായത് ഇപ്പം ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു RB നമുക്ക് -250 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ താഴോട്ടാക്കിയിട്ടിട്ട് +250 അങ്ങ് എടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഓക്കെ, ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.